ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. നമ്മുടെ വീട്ടിൽ ഹോളിയുടെ തലേ ദിവസത്തെ ഹോളികാ ദഹനം അത് നടക്കുകയാണ്. സരുണും രുദ്രാണിയും കൂടെ താഴെ ചാണകവരളിയൊക്കെ ഇട്ട് ഇങ്ങനെ തീ പിടിപ്പിച്ചിട്ടുണ്ട്. അയൽവക്കത്തെ ആൻറ്റി അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ആ തീ പിടിപ്പിച്ചതിന് മേളിൽ ഒരു കരിമ്പ് കുതിൻ്റെ ഒരു തണ്ട് കുത്തിവെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ തീ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിന് രുദ്രാണി ഹൽദിയും കുങ്കുമവും ഒക്കെ ചെയ്ത് പൂജ ചെയ്ത് അതിൽ പൂരൻ പോളി നിവേദ്യമൊക്കെ കാണിക്കും. തീ അങ്ങോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവർ രണ്ട് ഓലയൊക്കെ അതിനകത്ത് കയറ്റി വെക്കുന്നുണ്ട്. തീ പിടിച്ചൊരു വിധം എടുക്കും. ഞാൻ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് ഈ താഴത്തെ വീഡിയോ എടുക്കുന്നത്. ഒരു തീ പിടിച്ചു വന്നു. രുദ്രാണി രണ്ട് ഓലമടലൂടെ അതിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ഹൽദി കുങ്കുമം ഒക്കെ ചെയ്ത് രുദ്രാണി പൂജ ചെയ്യുകയാണ്. പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സരുൺ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്ത് ഇതിന് റൗണ്ട് ചെയ്ത് വരും. അത് വെള്ളം ഒഴിച്ചിങ്ങനെ റൗണ്ട് ചെയ്യും. അതൊക്കെ പൂജ ആൻറ്റി പറഞ്ഞു കൊടുത്താണ്, അടുത്ത ആൻറ്റി പറഞ്ഞു കൊടുത്താണ്. എന്താണെന്ന് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. രുദ്ര പൂജ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഈ പൂജയെല്ലാം കഴിഞ്ഞ് ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങയുടെ ചകരിയുള്ള ഭാഗം നമുക്ക് നേരെ പിടിച്ച് നമ്മുടെ വീടിനെ ഒഴിഞ്ഞ് അതുകൂടെ ഈ അഗ്നിയിൽ ദഹിപ്പിക്കും. നമ്മുടെ വീടിനുള്ള ദോഷങ്ങളൊക്കെ മാറിപ്പോകുമെന്നാണ് അതിലുള്ള വിശ്വാസം. അത് കഴിയുമ്പം ഈ പൂജ സമാപിക്കും. ഇത്രയുമാണ് പൂജയിൽ ചെയ്യുന്നത്. സരുൺ വെള്ളം എടുത്ത് ഇങ്ങനെ ചുറ്റിനും പ്രദക്ഷിണം വെക്കുകയാണ്. ഇത് കഴിഞ്ഞ് തേങ്ങ എടുത്ത് നമ്മുടെ വീടിനെ ഒഴിഞ്ഞ് രുദ്രാണി തേങ്ങ ആ അഗ്നിയിലിടുമ്പോൾ നമ്മുടെ പൂജ സമാപിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഹാപ്പി ഹോളി ടു ഓൾ. എല്ലാവരും നാളെ ആഘോഷിക്കുക.